മാനസികവും ശാരീരികവുമായ പീഡനങ്ങളുടെ ചുഴിയിലേക്ക് തള്ളിവിട്ട 2 വർഷങ്ങൾ. ജീവിതത്തിൽ താൻ നേരിട്ട കടുത്ത പ്രണയ നൈരാശ്യത്തെക്കുറിച്ചും നേരിടേണ്ടി വന്ന നാർസിസ്റ്റിക് അബ്യൂസിനെക്കുറിച്ചും മനസ്സ് തുറന്ന് കഴിഞ്ഞ ദിവസമാണ് പ്രശസ്ത നടി അനുപമ പരമേശ്വരൻ രംഗത്ത് വന്നത്. ഐ ആം വിത്ത് ധന്യ വർമ്മ എന്ന ടോക്ക് ഷോയിലായിരുന്നു താരം തന്റെ ജീവിതത്തെ തകിടം മറിച്ച ആ കറുത്ത ദിനങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. ഒരു വ്യക്തി തന്നെ പല ഭാവങ്ങളിൽ മുന്നിലെത്തുന്ന അന്യൻ സിനിമയിലെ കഥാപാത്രത്തെ പോലെയായിരുന്നു അവൻ, അനുപമ ഓർത്തെടുക്കുന്നു. അനുപമയുടെ ആ വിശദീകരണത്തിലെ കൂടുതൽ കാര്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു ദിവസം അളവറ്റ സ്നേഹം നൽകുന്ന റെയ്മോ, അടുത്ത ദിവസം ക്രൂരനായ അന്യൻ, തൊട്ടടുത്ത നിമിഷം തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കരയുന്ന അമ്പി. ഈ മാനസികാഘാതത്തിൽ നിന്നും രക്ഷപ്പെടാൻ തനിക്കേറെ സമയം വേണ്ടിവന്നുവെന്ന് അനുപമ പറഞ്ഞിരുന്നു. ബന്ധത്തിലുണ്ടായ അമിത മാനസിക സമ്മർദ്ദം അനുപമയുടെ ആരോഗ്യത്തെയും സാരമായി തന്നെ ബാധിച്ചു. നിരന്തരമായ പാനിക് അറ്റാക്കുകൾ, പെട്ടെന്നുണ്ടായ ഭാരക്കുറവ്, ബോധക്ഷയം എന്നിവ താരത്തെ വേട്ടയാടി. കടുത്ത മാനസിക പിരിമുറുക്കം കാരണം കണ്ണിന്റെ ഗ്രന്ഥിക്ക് വീക്കം സംഭവിക്കുകയും ഒടുവിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയാകേണ്ടി വരികയും ചെയ്തു. കണ്ണീരണിഞ്ഞാണ് പലപ്പോഴും ഷൂട്ടിംഗ് സെറ്റുകളിലേക്ക് പോയിരുന്നത്. കണ്ണ് അനിയന്ത്രിതമായി ചിമ്മുന്നത് കാരണം പലപ്പോഴും ചിത്രീകരണം നിർത്തിവെക്കേണ്ടി വന്നു. മാനസിക ആരോഗ്യത്തെ ബാധിച്ചതോടെ മികച്ച പല സിനിമാ അവസരങ്ങളും ഉപേക്ഷിക്കേണ്ടി വന്നുവെന്നും താരം കൂട്ടിച്ചേർത്തു. മറ്റൊരാളെ കുറ്റപ്പെടുത്താനല്ല, മറിച്ച് താൻ അനുഭവിച്ച മാനസിക പീഡനം തിരിച്ചറിയാതെ പോകുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാനാണ് ഇപ്പോൾ ഇതേക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് അനുപമ വ്യക്തമാക്കി. ദീർഘനാളത്തെ കൗൺസിലിങ്ങിനും ട്രോമ റിക്കവറിക്കും ശേഷമാണ് താൻ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയതെന്നും താരം പറഞ്ഞു. ബന്ധത്തിൽ ശാരീരിക ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിലും തന്റെ ശരീരത്തിലും മനസ്സിലും ഒരിക്കലും ഭേദമാകാത്ത മുറിവുകളാണ് അത് അവശേഷിപ്പിച്ചതെന്ന് അനുപമ വ്യക്തമാക്കി. എന്റെ ശരീരത്തിൽ മുറിവുകളുണ്ട്, ശാരീരിക പീഡനമല്ല, എന്നാൽ ഒരിക്കലും ഉണങ്ങാത്ത ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് എന്തുകൊണ്ട് അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല എന്ന് ആളുകൾ ചോദിച്ചു. എന്നാൽ അതൊരു ചിലന്തി വല പോലെയാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. വർഷത്തിന്റെ തുടക്കത്തിൽ ഒരു ഘട്ടമുണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു, നീ എൻ്റെ സമാധാനത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട്, നമുക്കിനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന്. പതുക്കെ ഞാൻ ഈ വ്യക്തിയുടെ യഥാർത്ഥ മുഖം കണ്ടു തുടങ്ങി. അവരുടെ നുണകൾ പിടികൂടി, അവരെ ചോദ്യം ചെയ്തു, പതുക്കെ പ്രശ്നക്കാരിയാക്കി മാറ്റാൻ അവർ ശ്രമിച്ചു. അനുപമ മനസ്സു തുറന്നു. ഇതൊക്കെ തുടർന്നുകൊണ്ടിരുന്നുവെന്നും കാര്യങ്ങൾ പൊട്ടിത്തെറിയിലെത്തിയെന്നും അനുപമ പറഞ്ഞു. ഇരു കുടുംബങ്ങളും വിഷയത്തിൽ ഇടപെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തന്നോട് സംസാരിക്കാൻ പോലും തനിക്ക് ആ വ്യക്തിയെ ഭീഷണിപ്പെടുത്തേണ്ടി വന്നു. അവർ ചെയ്യുന്ന ഒന്നിൻ്റെയും ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കില്ല. അയാളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നത് ഞാൻ നേരിട്ടു കണ്ടുവെന്നും അനുപമ പരമേശ്വരൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 2 വർഷമായി താൻ നാർസിസ്റ്റിക് അബ്യൂസ് നേരിടുകയാണെന്ന അനുപമയുടെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. തന്റെ മുൻ പങ്കാളി വിക്രം സിനിമയായ അന്യനിലെ കഥാപാത്രത്തെ പോലെ പറഞ്ഞിരുന്നുവെന്ന് അനുപമ പറഞ്ഞു.